നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. വിവിധ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക ദിനം വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5-ന് സലിൽ സംഗീത സന്ധ്യ കൊടകര സ്നേഹ മ്യൂസിയത്തിൽ സംഘടിപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് CPM നാടുകുന്ന് ബ്രാഞ്ച് സമ്മേളനത്തോടെ തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. BJP ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ഇൻചാർജ് AR അജിഘോഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് നിരവധി അംഗങ്ങൾ പുതിയതായി മെമ്പർഷിപ്പ് എടുക്കുകയും മുതിർന്ന പാർട്ടി പ്രവർത്തകർക്ക് ഓണപ്പുടവ നൽകുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, നേതാക്കളായ വിപിൻ പാറമേക്കാട്ടിൽ, ഷൈജു കുറ്റിക്കാട്ട്, അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, ലോചനൻ അമ്പാട്ട്, വേണു മാസ്റ്റർ, AV രാജേഷ് എന്നിവർ സംസാരിച്ചു. BJPയുടെ ചാലക്കുടി മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ വെച്ച് ഓരോരുത്തരുടെയും മൊബൈലിൽ മെമ്പർഷിപ്പ് നമ്പർ ഡയൽ ചെയ്ത് മിസ്ഡ് കോൾ ചെയ്ത് മണ്ഡലത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും നമ്പർ മൊബൈൽ ഫോണിൽ ഡയൽ ചെയ്ത ശേഷം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അടുത്തെത്തി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി കോൾ ചെയ്യുകയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന സ്ത്രീകൾ അടക്കമുള്ള 30ഓളം പേരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുത്ത 25 പേർക്ക് ഓണക്കോടിയും അദ്ദേഹം വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സമിതി അംഗം KP ജോർജ്, കൗൺസിൽ അംഗങ്ങളായ KA സുരേഷ്, അഡ്വക്കേറ്റ് സുധീർ ബേബി, കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TS മുകേഷ്, ഷാജു കോക്കാടൻ, ചാലക്കുടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആശ രാകേഷ്, രഘുകുമാർ, TP ജോസ്, KP ജോണി, KB ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് സമിതി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5-ന് സലിൽ സംഗീത സന്ധ്യ കൊടകര സ്നേഹ മ്യൂസിയത്തിൽ സംഘടിപ്പിച്ചു. കൊടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ്, വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ ആർട്ട് ആൻഡ് മ്യൂസിക് അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സലിൽ സംഗീത സന്ധ്യയിൽ ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ എന്നിവർ സലിൽ ചൗധരിയുടെ സ്നേഹസുരഭിലമായ ഗാനങ്ങൾ ആലപിച്ചു. വാത്സല്യവും സൗഹൃദവും പ്രണയവും നിറയുന്ന ദൃശ്യകലകളിലൂടെയും സംഗീതം, സാഹിത്യം എന്നിവയിലൂടെയും വ്യക്തികൾക്കിടയിൽ ആഴത്തിലുള്ള സ്നേഹവും സാമൂഹിക ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് സ്നേഹ മ്യൂസിയം ഒരുക്കുന്ന പരിപാടികളിൽ ആദ്യത്തേതാണ് സലിൽ സംഗീത സന്ധ്യ. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നെ ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്, നമ്മളെല്ലാവരും സുഹൃത്തുക്കളായും കഴിഞ്ഞു. അങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ, സ്നേഹത്തിൻ്റെ ഒരു ഭാഷ, ഇതൊക്കെ മനുഷ്യർ തമ്മിൽ കലയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചിത്രകല, ശില്പം, ഫോട്ടോഗ്രാഫി, സംഗീതം, സാഹിത്യം, അങ്ങനെ. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ച് ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേഡ്സ് വിദ്യാർത്ഥികൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തിയ സ്പെഷ്യൽ അസംബ്ലിയിലാണ് ആദരവ് നടന്നത്. പ്രിൻസിപ്പാൾ TJ ലൈസൻ, അധ്യാപകരായ സോജൻ T ജോൺ, രശ്മി PR, ഷെർലി തോമസ്, ഓഫീസ് അസിസ്റ്റന്റ് ജോയ് VM എന്നിവരെയാണ് ആദരിച്ചത്. ഗേഡ്സ് അംഗങ്ങളായ ഗൗരി പാർവതി, ജോവിന എന്നിവർ നേതൃത്വം നൽകി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സ്വീകരണമൊരുക്കി. വിദ്യാലയത്തിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകളും പൂച്ചെണ്ടുകളും നൽകി ആശംസാ ഗാനത്തോടെയാണ് കുട്ടികൾ അധ്യാപകരെ സ്വീകരിച്ചത്.
യൂണിറ്റ് ലീഡർമാരായ PS ശ്രീപ്രിയ, അതുൽ കൃഷ്ണ, യൂണിറ്റ് ചാർജ് അധ്യാപകരായ സിജോ ജോസ്, ബിനു ജി കുട്ടി, സൂര്യ ജി നാഥ് എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ കെ രമാദേവി മുഖ്യ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് ഗേൾ മയൂഖ കെ ബിനോജ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് കുട്ടികൾ അധ്യാപകരെ ആദരിച്ചു. വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. വി ദുർഗ നന്ദി രേഖപ്പെടുത്തി. A speech on the auspicious occasion of Teachers' Day. I would like to start by wishing all my respected അധ്യാപക ദിനത്തിൽ അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബ്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി ഡോക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ മത്തായി, റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ MJ ജോബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ MM മനോജ്, പ്രിൻസിപ്പാൾ ഇൻചാർജ് MK ജിജിമോൻ, സ്റ്റാഫ് സെക്രട്ടറി IR ലിജി, പ്രധാനാധ്യാപിക CO റീന എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരായ ഷിജാസ് മുഹമ്മദ്, TS ഷെമീന, TT മണിലാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അതിപ്പോൾ കഴിഞ്ഞ പരിപാടികൾ നടന്നപ്പോഴായാലും നമ്മൾ ഇവരെ വിളിക്കുന്നുണ്ട്. ഇവർ നമ്മളുമായിട്ട് നല്ല രീതിയിൽ പഞ്ചായത്തായിട്ടാണെങ്കിലും നമ്മുടെ വിദ്യാലയമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ സഹകരിച്ച് പോകണം. അതിനും നമ്മൾ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാടുകുന്ന് ബ്രാഞ്ച് സമ്മേളനത്തോടെ തുടക്കം കുറിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. ഷൈനി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ, ലോക്കൽ സെക്രട്ടറി VK മുകുന്ദൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AC വേലായുധൻ, സ്റ്റീഫൻ നമ്പാടൻ, ബ്രാഞ്ച് സെക്രട്ടറി KC അനൂപ് നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മളിലുള്ള എല്ലാ കുറവുകളും പരിഹരിച്ച് പാർട്ടി ബ്രാഞ്ച് അംഗങ്ങൾ എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കും എന്ന ഉറപ്പുണ്ടാക്കണം. തിരൂർ അച്യുതപുരം ക്ഷേത്ര പരിസരത്തെ വീടിനുള്ളിൽ മോഷ്ടിക്കാൻ കയറിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി. ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവിനെ പുലർച്ചെ 3 മണിയോടെ വിയൂർ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു. രാപ്പാൾ മഠത്തിൽ സുബ്രഹ്മണ്യൻ അയ്യരുടെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് അയൽവാസികളിൽ ചിലർ പ്രദേശവാസികൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം കൈമാറുകയും തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി മോഷ്ടാവിനെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. വീട്ടിലെ ഓട്ടുപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ മോഷ്ടാവ് 3 ചാക്കുകളിലാക്കി കെട്ടിവെച്ച നിലയിലും കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കമ്മീഷണർ ഓഫീസിന് സമീപം വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസിനു നേരെ കൊടികെട്ടിയ വടി വലിച്ചെറിയുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. വിവിധ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക ദിനം വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5-ന് സലിൽ സംഗീത സന്ധ്യ കൊടകര സ്നേഹ മ്യൂസിയത്തിൽ സംഘടിപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് CPM നാടുകുന്ന് ബ്രാഞ്ച് സമ്മേളനത്തോടെ തുടക്കം കുറിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.